ഒരു പിടി സ്വപ്നങ്ങളുമായിട്ടാണ് ആ 20-കാരി ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. വിവാഹശേഷവും +2 പരീക്ഷ എഴുതണമെന്ന അതിയായ മോഹം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾ ഭർത്തൃവീട്ടിലെ അടുക്കളയിലെ പുകയ്ക്കിടയിൽ ശ്വാസം മുട്ടി മരിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു മരുമകൾ എന്നാൽ വീട്ടിലെ പണിയായുധമാണെന്ന് വിശ്വസിക്കുന്നവരോട് ഒരു ചോദ്യം: സ്വന്തം മക്കൾക്കാണ് ഈ ഗതിയെങ്കിൽ നിങ്ങൾ ഇത്രയും നിസ്സംഗരായിരിക്കുമോ? ഇവിടെ ഭർത്തൃമാതാവിന്റെ വാശിക്ക് മുന്നിൽ തോറ്റുപോയത് ആ പെൺകുട്ടി മാത്രമല്ല, നമ്മുടെ പരിഷ്കൃത സമൂഹം കൂടിയാണ്. അസ്നയുടെ മരണം നമുക്ക് നൽകുന്നത് വലിയ ഒരു താക്കീതാണ്. അടിച്ചമർത്തപ്പെടുന്ന ഓരോ പെൺമനസ്സുകളുടെയും നോവുന്ന നിലവിളി നമ്മൾ ഇനിയെങ്കിലും കേൾക്കണം. പാലക്കാട് ആലത്തൂരിലെ ഇരട്ടക്കുളം നെല്ലിയാങ്കുന്നം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ ഭാര്യ അസ്നയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത്. വെറും 20 വയസ്സു മാത്രമായിരുന്നു അസ്നയുടെ പ്രായം. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു അസ്ന. കഴിഞ്ഞ വർഷം ഏപ്രിൽ 20-നായിരുന്നു ഇവരുടെ വിവാഹം. എന്നാൽ ഭർത്തൃവീട്ടിലെ സാഹചര്യങ്ങൾ അവൾക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. വീട്ടിലെ മുഴുവൻ ജോലികളും തീർത്താൽ മാത്രമേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ എന്ന ഭർത്തൃമാതാവിന്റെ കർക്കശമായ നിർബന്ധം അസ്നയെ വല്ലാതെ തളർത്തിയിരുന്നു. പഠനവും വീട്ടുജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ച ആ പെൺകുട്ടി ഒടുവിൽ മാനസികമായി തകർന്നുപോയി. ഇതിന്റെ തുടർച്ചയായാണ് അസ്ന എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കാവശ്ശേരി സ്വദേശി ഹനീഫയുടെ മകളായ അസ്നയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചുവിടാൻ ദയവായി ധൃതി കാണിക്കരുത്. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ നേടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആത്മവിശ്വാസത്തോടെ ലോകത്തെ നേരിടാൻ അവരെ പ്രാപ്തരാക്കണം. വിവാഹമെന്നത് ജീവിതത്തിലെ അവസാനമല്ല, മറിച്ച് ഒരു പങ്കാളിത്തമാണ്. അവിടെ തുല്യനീതിയും പരിഗണനയും ഉണ്ടാകണം. നീതിക്ക് വേണ്ടിയുള്ള അസ്നയുടെ കുടുംബത്തിന്റെ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. ഈ വാർത്ത ഓരോരുത്തരും പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.